നാളെ മാറ്റാൻ ഇന്നൊരു തീരുമാനം മതി. ആദ്യപടി ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഇനി യാത്ര തുടങ്ങാം നിങ്ങളുടെ സ്വപ്ന കരിയറിലേക്ക്. ചിത്ര വിമൻസ് അക്കാഡമി. Your first step to a successful career starts here. ചിത്ര വിമൻസ് അക്കാഡമി, SMP ജംഗ്ഷൻ, ഷൊർണൂർ, ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പട്ടാമ്പി. ഇനി വരുന്ന ഭരണസമിതി നിലവിലെ ഭരണസമിതിയുടെ തുടർച്ചയായിരിക്കുമെന്ന് കെ രാജേഷ്. 2020-25 വർഷത്തെ ഭരണകാലാവധി നാളെ അവസാനിക്കാനിരിക്കെ ഭരണസമിതിയുടെ വികസന നേട്ടങ്ങൾ പങ്കുവയ്ക്കുകയാണ് നഗരസഭ വൈസ് ചെയർമാൻ കെ രാജേഷ്. നഗരസഭ ഫ്രണ്ട് ഓഫീസ് ആരംഭം, മാലിന്യ സംസ്കരണ പരിപാലനം, ഭവനരഹിതർക്കുള്ള വീട് നിർമ്മിച്ചു നൽകൽ, ആരോഗ്യ കേന്ദ്ര നിർമ്മാണം തുടങ്ങിയവ ഈ ഭരണസമിതിയുടെ നേട്ടങ്ങളാണെന്ന് കെ രാജേഷ് ചൂണ്ടിക്കാണിച്ചു. നിരവധിയായ വികസന പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു. ഓഫീസ് സംവിധാനത്തെ ഫലപ്രദമാക്കുന്നതിന് വേണ്ടി ഫ്രണ്ട് ഓഫീസ് സംവിധാനം ആരംഭിച്ചത് കഴിഞ്ഞ ഭരണസമിതിയുടെ ആദ്യകാലത്താണ്. മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഫലപ്രദമായി മാറ്റുന്ന കാര്യത്തിൽ ആ ഭരണസമിതിക്ക് വലിയ പങ്കാണ് വഹിക്കാൻ വേണ്ടി കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനം. വീട് കൊടുക്കുക എന്ന് പറയുമ്പോൾ സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ഏറ്റവും മികച്ച രീതിയിൽ നടത്തിയ ഒരു നഗരസഭയാണ് ഒറ്റപ്പാലം നഗരസഭ. 72 സെന്റ് സ്ഥലം സൗജന്യമായി നമുക്ക് ലഭിക്കുകയും അതിൽ വീടുകൾ നിർമ്മിച്ചു കൊടുക്കുകയും അതോടൊപ്പം തന്നെ ആരോഗ്യ സംവിധാനത്തിന് വേണ്ടി വല്ലാർമംഗലത്ത് ലഭ്യമായ സ്ഥലം വെൽനസ് സെന്റർ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം, അങ്ങനെ മികച്ച പ്രവർത്തനം എല്ലാ രംഗത്തും കൊണ്ടുവരാൻ വേണ്ടി കഴിയും. നിലവിൽ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്ന സാംസ്കാരിക നിലയം, മലിനീകരണ സംസ്കരണ പ്ലാന്റ്, പുഴയോര പാർക്ക്, ജിംനേഷ്യം തുടങ്ങിയ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചതും ഈ ഭരണസമിതി ആണെന്ന് കെ രാജേഷ് പറഞ്ഞു. 29 കോടി രൂപ ചെലവിലുള്ള മലിനജല സംസ്കരണശാല അതിൻ്റെ പ്രവൃത്തി നടക്കുന്നു. 5,38,00,000 രൂപ വിനിയോഗിച്ചുകൊണ്ടുള്ള സാംസ്കാരിക നിലയത്തിൻ്റെ പ്രവൃത്തി അതിവേഗത്തിൽ പൂർത്തിയാവുന്നു. ഒറ്റപ്പാലത്തെ സായന്തനങ്ങൾ ചെലവഴിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സൗകര്യം ഇന്ന് നിലവിലില്ല. കുടുംബസമേതം ഒറ്റപ്പാലത്ത് വന്ന് കുറച്ച് സമയം വിനോദത്തിനും വിശ്രമത്തിനുമായി ചെലവഴിക്കുക എന്നുള്ളത് ഒറ്റപ്പാലത്തുകാരുടെ ഒരു ആഗ്രഹമാണ്. അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതി നേരത്തെ തന്നെ നമ്മൾ ആരംഭിച്ചു. പുഴയോര പാർക്കുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം, അത് തൊട്ടടുത്ത സ്ഥലത്തിൻ്റെ ഉടമയുമായി ബന്ധപ്പെട്ട ഒരു കേസുമായി ബന്ധപ്പെട്ട് അത് പരിഹരിക്കുകയും ഇപ്പോൾ സ്ഥലം ജില്ലാ ടൂറിസം വകുപ്പിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒറ്റപ്പാലത്തെ ആധുനിക ഒറ്റപ്പാലമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള വിനോദ സൗകര്യം ഉൾപ്പെടെ ഒരുക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു പ്രവർത്തനം തീർച്ചയായിട്ടും ഉണ്ടാകും എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മറ്റൊന്ന്, വർഷങ്ങളായി നമ്മൾ ആരംഭിച്ചിട്ടുള്ള ജിംനേഷ്യത്തിൻ്റെ പ്രവർത്തനമാണ്. സംസ്ഥാന കായിക വകുപ്പിൻ്റെ നേതൃത്വത്തിലാണ് ജിംനേഷ്യം. ആ ജിംനേഷ്യത്തിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയായി, അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കഴിഞ്ഞു. ഇനി എക്യുപ്മെന്റ്സ് വരുന്ന ഒരു പ്രവർത്തനവും അതുപോലെ തന്നെ എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ കൂടിയാണ് ബാക്കിയുള്ളത്. ഈ ഭരണസമിതിയുടെ തുടർച്ച ഉണ്ടാവുമെന്നും ജനങ്ങൾ ആഗ്രഹിക്കുന്ന വികസനം ഒറ്റപ്പാലത്ത് ഉണ്ടാവുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തീർച്ചയായും ഈ ഭരണസമിതിയുടെ ഒരു തുടർച്ച ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് 2025 പുതിയ ഭരണസമിതി അധികാരമേൽക്കാൻ വേണ്ടി പോകുന്ന ഈ സമയത്ത് എനിക്ക് തോന്നുന്നത്. എന്തായാലും കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, കഴിഞ്ഞ കാലങ്ങളിൽ ഒറ്റപ്പാലം എന്നുള്ള 2 പാലത്തിനിടയിലുള്ള ഒറ്റപ്പാലം നഗരത്തെ പാലങ്ങൾക്കപ്പുറത്തേക്കുള്ള നഗരമാക്കി മാറ്റുന്നതിൽ ഇടതുപക്ഷത്തിന് വലിയ പങ്കാണ് വഹിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ആ ഭരണസമിതിയുടെ ഒരു തുടർച്ച, ഈ നാട് ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ്. അതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ ഭരണസമിതി അംഗം എന്ന നിലയ്ക്ക് എൻ്റെ ഭാഗത്തുനിന്ന് കൂടി ഉണ്ടാകും എന്നുകൂടിയാണ് ഈ അവസരത്തിൽ